സതീശൻ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ നേതാവായിട്ട് നയിക്കാൻ ഉണ്ടാവരുത് എന്നൊരു ഒരു ഒരു താല്പര്യം അവർക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതാണ് അൻവറിൻ്റെ വാക്കുകളിലൂടെ വന്നത്. രണ്ടാമത്തെ കാര്യം ഷൗക്കത്തിനെതിരെ നമ്മൾ 2 സ്ഥാനാർത്ഥികൾക്കെതിരെയും അൻവർ പറഞ്ഞിട്ടുണ്ട്. സ്വരാജിനെതിരെ പറഞ്ഞുള്ള കാര്യം ഈ ശബരിമല തെരഞ്ഞെടുപ്പിൽ സ്വരാജിനെതിരെ പറഞ്ഞ കാര്യം ശബരിമല ഈ പ്രശ്നമുണ്ടായല്ലോ, ആ സമയത്തിൽ അതിരൂക്ഷമായിട്ട് ഹിന്ദുക്കൾക്കെതിരെ സംസാരിച്ചു എന്നാണ്. അത് സ്വരാജ് പറഞ്ഞ കാര്യമാണ്, LDF പറഞ്ഞ കാര്യമാണ്, CPM വളരെ ശക്തമായി പറഞ്ഞ കാര്യമാണ്. ആ ശബരിമല വിഷയത്തിൽ അവർക്കൊരു കൺഫ്യൂഷനില്ല. പക്ഷേ ആര്യാടൻ ഷൗക്കത്തിനെതിരെ അദ്ദേഹം 5 ആരോപണങ്ങളാണ് നടത്തിയത്. അതിൽ ആദ്യത്തേത് ആര്യാടൻ ഷൗക്കത്ത് എടുത്തുള്ള 2 സിനിമകളും ദൈവത്തിൻ്റെ നാമത്തിൽ പാഠം 1 ഒരു വിലാപം, ഈ 2 സിനിമകളും മുസ്ലിം സമുദായത്തിനെതിരായിട്ടുള്ളതാണ്. മുസ്ലിങ്ങൾക്ക് ഒരിക്കലും ഇദ്ദേഹത്തെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു വിത്തിട്ട് കൊടുത്തു അൻവർ. മൂന്നാമത് അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ലീഗിനകത്ത് ഉള്ള ആളുകൾക്ക് എതിർപ്പ് ഇദ്ദേഹത്തോടുണ്ട്. കാരണം പാണക്കാട് തങ്ങന്മാർ മന്ത്രി ചൂതുന്നത് ഇതിനെ പരിഹസിച്ച് പറഞ്ഞ ആളാണ്. സ്വന്തം പിതാവ് മന്ത്രിയായിരിക്കുമ്പോൾ ഇതിനെ പരിഹസിച്ച് പറഞ്ഞ ആളാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ലീഗുകാർക്കിടയിൽ ഒരു വിദ്വേഷത്തിന് വിത്തിടാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളുണ്ടാക്കിയതാണ്, VV പ്രകാശനെ തോൽപ്പിച്ചത് ഈ ആര്യാടൻ ഷൗക്കത്താണെന്ന് പറഞ്ഞു. വ്യാപാരി വ്യവസായികളുടെ അവരടുത്ത് പണം തട്ടിയെടുത്ത് പണം വാങ്ങിയിട്ട് അവിടെ പാട്ട് നടത്തിയിട്ട് വലിയ പണം തട്ടിപ്പ് നടത്തി എന്നുള്ള ആരോപണം ഉണ്ടാക്കിയെടുത്തു. വ്യാപാരികൾ ഏതാണ്ട് അൻവറിനോട് അനുകൂലമായിട്ട് നിലപാടെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇദ്ദേഹം വലിയ അഴിമതിക്കാരനാണെന്നുള്ള കാര്യം പറഞ്ഞു. ഇങ്ങനെ അൻവറിനെ പ്രത്യേകമായി എടുത്തുകൊണ്ട് ഷൗക്കത്തിനെ പ്രത്യേകമായി എടുത്തുകൊണ്ട് അൻവർ ഇത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കൃത്യമാണല്ലോ. അൻവർ പറഞ്ഞ കാര്യം ഷൗക്കത്ത് ഒരു കാലത്തും ഞാൻ ജയിക്കുമോ അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥി ജയിക്കുമോ എന്നുള്ളത് ജനം തീരുമാനിക്കും, ഷൗക്കത്ത് ജയിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാമല്ലോ ഇത് സ്വാധീനിക്കുന്ന ഘടകങ്ങളിലൊന്ന് അത് എത്രമാത്രം സ്വാധീനിക്കുന്നുള്ളത് വോട്ടർമാർ തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ ആ സ്വാധീനിക്കുന്ന ഘടകങ്ങളിലൊന്ന് ഈ സ്വാധീനിക്കാൻ പറ്റുന്ന 4-5 വിഷയങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് അൻവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയും ശക്തമായ രൂപത്തിൽ സ്വരാജിനെതിരെ പറഞ്ഞിട്ടില്ല.